വേരിയബിൾ ഹെഡ് ഫ്ലോ മീറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിനെ തന്നെയാണ് ഡിഫറൻഷ്യൽ പ്രഷർ ഫ്ലോ മീറ്റേഴ്സ് എന്നും പറയുന്നത്. അതായത് ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ വെലോസിറ്റി ഡിഫറൻഷ്യൽ പ്രഷർ മെഷർ ചെയ്തുകൊണ്ട് കണക്കാക്കുന്ന രീതിയാണ് വേരിയബിൾ ഹെഡ് ഫ്ലോ മീറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നോർമലി ഒരു പൈപ്പിൽ കൂടി ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലും ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫ്ലോ പ്രൊഫൈലിൽ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവച്ചു. ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒറിഫൈസ് പ്ലേറ്റ് വയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വെഞ്ചുറി ട്യൂബ് വയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എൽബോ വയ്ക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഫ്ലോ പ്രൊഫൈലിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു. അങ്ങനെ ഫ്ലോ പ്രൊഫൈലിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്രഷർ കൂടുതലായിരിക്കും, ഇതിന്റെ റൈറ്റ് സൈഡിൽ പ്രഷർ കുറവായിരിക്കും. കാരണം ഈ പൈപ്പിന്റെ ഡയമീറ്റർ, ഇവിടെ ഡയമീറ്റർ ഇത്രയും വരുന്നുണ്ടല്ലേ, ഇത്രയും ഡയമീറ്റർ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഒറിഫീസ് പ്ലേറ്റ് വയ്ക്കുമ്പോൾ അതിന്റെ ഡയമീറ്റർ വളരെ ചെറുതായിട്ട് മാറി. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റഡ് ആകും. ഇവിടെ പ്രഷർ കൂടും, ഇവിടെ പ്രഷർ കുറയും. അങ്ങനെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്സ്ട്രക്ഷൻസിനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി എലിമെന്റ്സ് എന്ന് പറയും. ഇതിൽ പ്രൈമറി എലിമെന്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഒറിഫൈസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി എലമെന്റ് ആണ്. ഇവിടെ ഒരു വെഞ്ചറി ട്യൂബാണ് ഇപ്പോൾ ഘടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വെഞ്ചറി ട്യൂബിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു പ്രൈമറി എലമെന്റ് ആണെന്ന് പറയാം. ഇനി സെക്കൻഡറി എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത പ്രഷർ ഡിഫറൻസിനെ മെഷർ ചെയ്യണം. ഓക്കെ, ആ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എലിമെന്റ്സിനെയാണ് സെക്കൻഡറി എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു യൂട്യൂബ് മാനോമീറ്റർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പൈപ്പിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ടാപ്പ് ചെയ്തിട്ട് ഒരു യൂട്യൂബ് മാനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്രഷർ കൂടുതലായിരിക്കും, ഇവിടെ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിലുള്ള ആ മെർക്കുറി ലെവല് ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഈ എച്ച് എന്ന് പറയുന്നത് ഇവിടെ P1 ഡിഫറൻസ് P2 ആണ്. ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് ആണ് ഈ ഹൈറ്റ്. അതായത് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലൂയിഡ് വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു K ടൈംസ് റൂട്ട് ഓഫ് 2gh/ρ. അതായത് ഫ്ലൂയിഡ് വെലോസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് പ്രഷർ ഡിഫറൻസ് അല്ലെ. ഫ്ലൂയിഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? സ്ക്വയർ റൂട്ട് ഓഫ് പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക, ഒരു ഫ്ലോയിങ് ട്യൂബില് എന്ത് ചെയ്യുക, ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അതിലൊരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ പ്രഷർ ഡിഫറൻസിനെ മെഷർ ചെയ്യുക. അതാണ് വേരിയബിൾ ഹെഡ് ഫ്ലോ മീറ്റേഴ്സ്. ഓക്കെ, ഇതിന് നമ്മൾ ഇതൊരു ഓറിഫൈസ് പ്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോ മെഷറിംഗ് ടെക്നിക്കാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി ബീറ്റ റേഷ്യോ എന്താണെന്ന് നോക്കാം. ബീറ്റ റേഷ്യോ എന്ന് പറയുന്നത് D ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D. ഈ സ്മോൾ ഡിയും ക്യാപിറ്റൽ D എന്താണെന്ന് നോക്കാം. സ്മോൾ D എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒറിഫൈസ് പ്ലേറ്റിന്റെ ഡയമീറ്ററും ക്യാപിറ്റൽ D എന്ന് പറയുന്ന പൈപ്പിന്റെ ഡയമീറ്ററുമാണ്, അതായത് പൈപ്പിന്റെ ഇന്നർ ഡയമീറ്റർ. അപ്പോൾ ഈ ഒറിഫൈസ് പ്ലേറ്റിന്റെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പൈപ്പിന്റെ ഇന്നർ ഡയമീറ്റർ, അത് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എന്ന് പറയുന്നത് ബീറ്റ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് വളരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒറിഫൈസ് പ്ലേറ്റുകളെ കുറിച്ച് നോക്കാം. ഒറിഫൈസ് പ്ലേറ്റുകൾ പൊതുവെ വളരെ സിംപ്ലസ്റ്റ് ഇൻ കൺസ്ട്രക്ഷനും അതുപോലെ വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈമറി എലിമെന്റ്സ് ആണ്. അപ്പോൾ ഒരു ഒറിഫൈസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു തിൻ പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻ ദ മിഡിൽ ആണ് അല്ലെ. തിൻ പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻ ദ മിഡിൽ. ഇവിടെ നോക്കിയ കോൺസെൻട്രിക് അല്ലെ. നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്പാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഒന്ന് കോൺസെൻട്രിക്, ഒന്ന് എക്സെൻട്രിക്, അടുത്ത സെഗ്മെന്റില്, മറ്റൊന്ന് ക്വാഡ്രന്റ് അല്ലെ. ഒരു തിൻ പ്ലേറ്റില് അതിൽ അതിന്റെ സെൻട്രലായിട്ടൊരു ഹോള് അല്ലെ. ആ സെൻട്രലാണ് ഹോള് വരുന്നുണ്ടെങ്കിൽ അതിനെ കോൺസെൻട്രിക് എന്ന് പറയും. ഒരു എക്സെൻട്രിക് ഡയറക്ഷനിലാണ്, അതായത് സെന്റർ അല്ലാതെ വേറൊരു ഡയറക്ഷനിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സെൻട്രിക് ആണെന്ന് പറയും. ഇത് രണ്ടും എന്ത് തന്നെയാണ്, സർക്കുലാർ ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സെഗ്മെന്റിൽ വരുമ്പോൾ ഒരു സെമി സർക്കിൾ ആണ് കൊടുത്തേക്കുന്നത്, സെമി സർക്കുലർ ഓപ്പണിംഗ്. അത്
ഈ സ്ലറി പോലുള്ള അതിലെന്നുണ്ടെങ്കിൽ വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡുകളൊക്കെ ഫ്ലോ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സെഗ്മെന്റൽ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അടുത്തത് ക്വാഡ്രന്റ് ടൈപ്പ് ആണ് അടുത്തത്. ഈ ക്വാഡ്രന്റ് ടൈപ്പ് എന്ന് പറയുന്നതും ഈ കോൺസെൻട്രിക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിന്റെ ഫ്രണ്ട് ഫേസിലുള്ള ഓപ്പണിംഗ് എന്ന് പറയുന്നത് ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ക്വാഡ്രന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെൻട്രിക് ആകുമ്പോൾ അതിന്റെ ബീറ്റ റേഷ്യോ എന്ന് പറയുന്നത് 0.15 to 0.75 ആണ് ലിക്വിഡ്സിന്റെ കേസിൽ. അടുത്തതായിട്ട് ഡിഫറന്റ് ഓറിഫൈസ് ടാപ്പിംഗ്സ് നോക്കാം. മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൈഞ്ച് ടാപ്സ്, വീന കോൺട്രാക്റ്റ ടാപ്സ്, റേഡിയസ് ടാപ്സ്, കോർണർ ടാപ്സ്, പൈപ്പ് ടാപ്സ്. അപ്പോൾ എന്താണ് ഓറിഫൈസ് ടാപ്പിംഗ് എന്ന് നോക്കാം. ഈ കേസിൽ നമ്മൾ ഒരു ഓറിഫൈസ് പ്ലേറ്റ് നമ്മൾ പൈപ്പുമായിട്ട് ഫ്ലൈഞ്ചസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തു അല്ലെ. ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നതാണ് ഫ്ലൈഞ്ചസ്. ഈ ഫ്ലൈഞ്ചസ് യൂസ് ചെയ്തിട്ട് ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതാണ് ഓറിഫൈസ് പ്ലേറ്റ്. അതിനെ കണക്ട് ചെയ്തേക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി സെക്കൻഡറി എലമെന്റ് ആയ U2 മാനോമീറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഈ U2 മാനോമീറ്റർ എവിടെയാണോ കണക്ട് ചെയ്യുന്നത് അതിനെ നമുക്ക് ഡിഫറെന്റ് സ്കീമുണ്ട്. ഉദാഹരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലൈഞ്ചസിൽ കണക്ട് ചെയ്യാം, അതുപോലെ ഈ പൈപ്പിൽ കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ എന്താണ് സൈഡ് ഒരു പ്രത്യേക ആംഗിളിൽ കണക്ട് ചെയ്യാം. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓറിഫൈസ് ടാപ്പിങ്ങുകളെ ഫ്ലൈഞ്ച് ടാപ്സ് എന്നും വീന കോൺട്രാക്ടർ ടാപ്സ് എന്നും റേഡിയസ് ടാപ്സ് എന്നും കോർണർ ടാപ്സ് എന്നും പൈപ്പ് ടാപ്സ് എന്നും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഫ്ലൈഞ്ച് ടാപ്സ് ആകുമ്പോഴത്തേക്ക് ഈ മാനോമീറ്റർ നമ്മൾ എവിടെ കണക്ട് ചെയ്യും, ഈ ഫ്ലൈഞ്ചസിൽ ഒരു ടാപ്പിംഗ് ഉണ്ടായിട്ട് അതിൽ കണക്ട് ചെയ്യും. ഓക്കെ, ഇനി വീന കോൺട്രാക്ടർ ടാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീന കോൺട്രാക്ടർ എന്ന് നോക്കാം. അതായത് നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഒരു ഓറിഫൈസ് പ്ലേറ്റ് വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അത് കൺവേർജ് ചെയ്യും അല്ലേ. അതായത് ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തുകൊണ്ട് വന്നിട്ട് ഇത് കൺവേർജ് ചെയ്യും. അപ്പൊ ഈ കൺവേർജ് ചെയ്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൺവേർജ് ചെയ്തിട്ടാണ്ട് ഇതുവരെ ഇങ്ങനെ കൺവേർജ് ചെയ്തു വരും. അതായത് കൺവേർജ് ചെയ്ത് ഏറ്റവും മാക്സിമം കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനുശേഷമാണ് എഗെയിൻ ഇത് വീണ്ടും എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫ്ലോ പ്രൊഫൈല് മാറുന്നത്. അപ്പോൾ ഈ ഓറിഫൈസ് പ്ലേറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ ഡിസ്റ്റൻസ് കഴിയുന്ന ആ ഒരു പോയിന്റിലാണ് ഇത് എന്ത് ഏറ്റവും മാക്സിമം അത് കൺവേർജ് ചെയ്യുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വീന കോൺട്രാക്റ്റ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് ലെഫ്റ്റ് സൈഡിലും ഈ വീന കോൺട്രാക്റ്റ എന്ന് കിട്ടുന്ന ആ പോയിന്റിലാണ് ടാപ്പിംഗ് കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, വീന കോൺട്രാക്റ്റ ടാപ്സ് എന്ന് പറയും. അപ്പോൾ ഈ വീന കോൺട്രാക്ടർ ടാപ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഇവിടെ മാക്സിമം പ്രഷർ ആയിരിക്കും. ഈ വീന കോൺട്രാക്ടർ പോയിന്റിൽ എന്തായിരിക്കും, ഏറ്റവും മിനിമം പ്രഷർ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രഷർ ഡിഫറൻസ് മാക്സിമം കിട്ടും വീന കോൺട്രാക്ടർ ടാപ്പിംഗ് ചെയ്യുമ്പോൾ. അടുത്ത റേഡിയസ് ടാപ്സ് ആണ്. റേഡിയസ് ടാപ്സ് എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം ടാപ്പ് ഈസ് ഫിക്സഡ് അറ്റ് 0.5 ഡയമീറ്റർ ഫ്രം ദ ഓറിഫൈസ് പ്ലേറ്റ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഇതിനെയാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്, ഇത് ഡൗൺ സ്ട്രീം, ഇത് അപ്സ്ട്രീം, ഇത് ഡൗൺ സ്ട്രീം. അപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടാപ്സ് ലൊക്കേറ്റഡ് അഡ്ജസന്റ് ടു ദ പ്ലേറ്റ് ഫേസസ്. അതായത് ഓറിഫൈസ് പ്ലേറ്റിന് അഡ്ജസന്റ് ആയിട്ടാണ് നമ്മൾ ടാപ്പിംഗ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കോർണർ ടാപ്സ് എന്ന് പറയും. അതുപോലെ പൈപ്പ് ടാപ്സ് എന്ന് പറയുന്നത് ദ ടാപ്പ് ലൊക്കേഷൻ അപ്സ്ട്രീം 2.5 ഓഫ് പൈപ്പ് ഡയമീറ്റർ ആൻഡ് ഡൗൺ സ്ട്രീം 8 ഓഫ് പൈപ്പ് ഡയമീറ്റർ. അതായത് അപ്സ്ട്രീമിൽ 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് പൈപ്പും ഡൗൺ സ്ട്രീമിൽ 8 ടൈംസ് ഓഫ് പൈപ്പ് ഡയമീറ്ററും അത്രയും ഡിസ്റ്റൻസിൽ, അതായത്